ഹായ് ഹലോ എല്ലാവർക്കും സരിതേച്ചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുക എന്ന് വിചാരിക്കുകയാണ്, സന്തോഷമായിട്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇന്ന് നേരത്തെ തന്നെ തുണികളൊക്കെ വേഗം തന്നെ വാരിക്കൂട്ടി മെഷീനിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നൊരു സ്ഥലം വരെ പോവാണ്ട്, ഒന്ന് രണ്ട് സ്ഥലത്തേക്ക് പോവാണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ മെയിനായിട്ട് നമ്മുടെ ഗ്യാസിൻ്റെ റെഗുലേറ്റർ കേടായിട്ടേ ഗ്യാസ് ലീക്ക് ആവുന്നുണ്ട്. അപ്പോൾ അതൊന്ന് കൊണ്ടുപോയി മാറ്റിയെടുക്കണം എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് പോകുമ്പോൾ ഏതായാലും ഈ പോകുന്ന കൂട്ടത്തിൽ അതും കൂടി ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഏട്ടനും ഉണ്ട്, ഇന്ന് ലീവ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ഉണ്ടാക്കി കഴിച്ചിട്ട് പോവാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ കൊള്ളി, പച്ചമുളകും തേങ്ങയൊക്കെ ഇട്ടിട്ട് നമ്മൾ പുഴുക്ക് പോലെ ഉണ്ടാക്കില്ലേ, അപ്പോൾ അങ്ങനെ ഉണ്ടാക്കാം. പിന്നെ മീൻകറി ഇന്നലെ വെച്ച് തലേദിവസം വെച്ചത് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടിയിട്ട് കഴിച്ചിട്ട് ഞങ്ങൾക്ക് പോവാമല്ലോ. പോയി കഴിഞ്ഞിട്ട് പിന്നെ അതൊക്കെ ഈ റെഗുലേറ്ററൊക്കെ കൊണ്ടുവന്നിട്ട് പിന്നെ ബാക്കിയുള്ളത് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഉച്ചയ്ക്കുള്ളതൊക്കെ അപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ എന്തെങ്കിലുമൊക്കെ ഇവർക്ക് കഴിക്കണമെന്ന് പെട്ടെന്ന് തോന്നുകയാണ് വെച്ചെങ്കിൽ ഇവിടെ എന്തെങ്കിലുമൊക്കെ നമ്മുടെ ചായക്ക് ഉള്ളതൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവർ അതൊക്കെ എടുത്തിട്ട് കഴിച്ചോളും. ചോറ് തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് ഇത് പോയി ചെയ്തിട്ട് വരണമെന്ന് വിചാരിച്ചിട്ടാണ്. ഇത് മാറ്റി വയ്ക്കാനും പറ്റില്ലല്ലോ. ഈ ഗ്യാസിൻ്റെ അതിൻ്റെ മണം കേൾക്കുമ്പോഴേ എനിക്ക് പേടിയാണ്. ഇതാകെ കൂടി ഇപ്പോൾ കത്തിപ്പിടിക്കുമെന്ന് തോന്നുന്നു നമുക്ക്. അങ്ങനെയാണ്. അപ്പോൾ ഇന്ന് മുറ്റത്ത് അടുപ്പിലാണ് കേട്ടോ വെക്കണത്. അത് കംപ്ലൈൻ്റ് ആയ കാരണം ഞാൻ പിന്നെ അത് ഓണാക്കിയിട്ടില്ല, അവ അഴിച്ചു വെച്ചിരിക്കുക. അപ്പോൾ മുറ്റത്ത് ഈ അടുപ്പ് അന്ന് ഉണ്ടാക്കിയതൊക്കെ ഒരു വിധം മറിഞ്ഞു വീണു കേട്ടോ. അത് ഞാൻ വേറെ വീണ്ടും കല്ലൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇനി മുറ്റത്ത് നമുക്ക് വേറൊരു ചെറിയൊരു അടുക്കള പോലെ സെറ്റാക്കണം. അപ്പോൾ അത് ചെയ്യണം. അപ്പോൾ അതുവരേക്കും നമ്മളിന്ന് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ അത്യാവശ്യം ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ കത്തിക്കേണ്ടി വരും. പിന്നെ എനിക്ക് അടുക്കളയിൽ കുറേ സാധനങ്ങൾ വെക്കാനായിട്ടൊരു സൗകര്യമില്ല. അപ്പോൾ കുറേ മുറ്റത്ത് അങ്ങനെ ഒരു അടുക്കള പോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറച്ച് പാത്രങ്ങളും സാധനങ്ങളൊക്കെ അങ്ങോട്ട് മാറ്റാമല്ലോ. അപ്പോൾ ഇവിടെ അടുക്കളയൊന്നും ഒഴിവായി കിട്ടുകയും ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യം ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഈ അടുപ്പ് നന്നായി കത്തും കേട്ടോ. ഈ എവിടെ ഞാൻ 3 കല്ലെടുത്ത് വെച്ചാലും നന്നായി കത്തും. കാരണം ഒരു സ്ഥലത്തുനിന്നും കാറ്റ് വന്ന് പിടിച്ചിട്ട് തീനെ ഒലക്കില്ല. കാരണം മതിലുള്ള കാരണം കൊണ്ട് പുക അങ്ങോട്ട് മുകളിലേക്ക് പോവുകയും ചെയ്യും. വലിയ കുഴപ്പമുണ്ടാവില്ല. ഞങ്ങളുടെ വാഷിംഗ് മെഷീൻ വെച്ച ആ സ്ഥലത്ത് അടുപ്പ് കത്തിക്കുകയാണെങ്കിലാണ് അകത്തേക്ക് ഇങ്ങോട്ട് പുകെടുക്കുക. ആദ്യം ഞാൻ അവിടെയൊക്കെ ഇഷ്ടിക വെച്ചിട്ട് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പം അതൊക്കെ ഇത് വേഗം വെന്ത് കിട്ടും. ഈ കൊള്ളി അടുപ്പ് മേയ കാരണം കൊണ്ട് പെട്ടെന്നാവും ചെയ്യും. അപ്പം അത് വേഗം കാച്ചി സെറ്റാക്കി വെച്ചു കിട്ടുക. കാരണം നമുക്ക് കഴിച്ചിട്ട് വേഗം പോകണം എന്നുള്ള ഇതിലാണ്. പിന്നെ ഈ 1-2 സ്ഥലത്ത് കയറാനുള്ള കാരണം കൊണ്ട് ഇത്തിരി നേരത്തെ പോവും വേണം. അപ്പം അത് കാരണം കൊണ്ട് ഈ മുറ്റത്ത് ഇതൊക്കെ ശരിയാക്കണത് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഞാൻ എന്തെങ്കിലും പിള്ളേർക്ക് വാങ്ങി കൊടുത്തിട്ട് പോവുള്ളൂ. അപ്പോൾ അത് എല്ലാവർക്കും കൂടി പിന്നെ വാങ്ങാനൊക്കെ നിൽക്കണ്ടേന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് ചെയ്തത്. ഇങ്ങനെ ചെയ്യാൻ ഒരു സൗകര്യമുള്ളപ്പോൾ പിന്നെ അതല്ലേ നല്ലത്. അപ്പോൾ പിന്നെ വേഗം അടുപ്പിൻ്റെ മുകളിൽ തന്നെ ചായക്കും വെച്ചു. ആ ചൂട്ടത്ത് തന്നെ വേഗം വെക്കാമല്ലോ. പിന്നെ നമ്മുടെ വീട്ടിൽ ഇങ്ങനെ ആദ്യം ഒരു മരം മുറിച്ചതിൻ്റെ വിറക് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല കേട്ടോ. പിന്നെ ഈ അന്നന്ന് തേങ്ങ ചിരകുന്ന ഈ ചിരട്ടകൾ അത് സഞ്ചിയിലും ചാക്കിലും അവിടെ ഇവിടെയൊക്കെ ആക്കിയിട്ട് ഇങ്ങനെ എടുത്തു വെച്ചിരിക്കുക. കുറേയൊക്കെ ഇങ്ങനെ മേടിക്കാൻ വരുന്ന ആൾക്കാരില്ലേ, ഈ പാട്ട മേടിക്കാൻ വരുന്നവർ കൊണ്ടുകൂട്ടുക ചില സമയത്തൊക്കെ ചിരട്ട. ഇപ്പോൾ കുറച്ചായിട്ടുള്ളത് ഇവിടെ വീട്ടിലിരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഉള്ള കാരണം കൊണ്ട് നമുക്ക് ഏത് സമയത്തും ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായാൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും. പക്ഷേ മഴ പെയ്യാതിരുന്നാൽ മതി കേട്ടോ. അപ്പോൾ ചായയും കടിയൊക്കെ ഞാൻ അതിൻ്റെ മുകളിൽ അങ്ങോട്ട് വേഗം റെഡിയാക്കിയിട്ടാണ്. പിന്നെ പൂച്ചക്കുട്ടികൾ മറ്റേ പൂച്ചക്കുട്ടികൾ ഇത്തിരി കൂടിയും വലുതായ കാരണം കൊണ്ടേ ഇനിയിപ്പോൾ അവർക്ക് പാല് മതിയാവുന്നുണ്ടാവുമോ എന്നുള്ളൊരു സംശയത്തിൽ ഞാൻ കുറച്ച് പാല് മോളോട് കൊണ്ടുപോയി കൊടുക്കാൻ പറഞ്ഞു. നോക്കാമല്ലോ കുടിക്കണ്ടോന്ന്. മറ്റേത് നമ്മൾ ഈ സിറിഞ്ച് കൊണ്ടും ഫില്ലർ കൊണ്ടൊക്കെ ഇങ്ങനെ കൊടുക്കാറുണ്ട്. മറ്റേ ആദ്യത്തെ ഇവരുടെ ഇപ്പം ഈ കിടക്കുന്ന അമ്മമാർക്ക് ചെറുപ്പത്തിൽ അങ്ങനെയാണ് നോക്കിയത്. ഇവർക്ക് പിന്നെ എങ്ങനെയാണെന്ന് അറിയില്ല എന്ന് വിചാരിച്ചിട്ട് കൊടുന്ന് വെച്ച് കൊടുത്തു നോക്കിയതാണ് കേട്ടോ. പക്ഷെ അവർ കുഴപ്പമില്ല, വന്നിട്ട് ഇങ്ങനെ മണത്ത് നോക്കണമൊക്കെ ഉണ്ട്.
അമ്മമാർക്ക് കൊടുന്നതല്ല കേട്ടോ പാല്, പിള്ളേർ കുടിക്കണ്ടോന്ന് അറിയാൻ വേണ്ടി കൊടുത്തതാണ്. അപ്പോൾ അവർ ആ താപ്പിൽ അത് കുടിക്കുക അവിടെ നിന്നിട്ട്. ഇപ്പം എന്തായാലും പിള്ളേർ മണം പിടിച്ച് നോക്കുന്നുണ്ട്. ചില പൂച്ചക്കുട്ടികൾക്ക് ഇത് വലിയ ഈ പ്രായത്തിൽ ഇങ്ങനെ വെച്ചു കൊടുത്താൽ കുടിക്കില്ല. അപ്പോൾ അതറിയാൻ വേണ്ടിയിട്ടൊന്ന് നോക്കിയതാട്ടോ. അവർക്കും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോയെന്ന് അറിയണ്ടേ, നമുക്കറിയില്ലല്ലോ. അവർ പാല് കുടിക്കണത് കാണാണ്ട് അവർക്ക് പാല് കിട്ടുന്നുണ്ടോ എന്തൊന്നും നമുക്കറിയില്ലല്ലോ. അപ്പോൾ അത് കാരണം കൊണ്ടാണ് കേട്ടോ. പിന്നെ ഈ കുട്ടികൾ ഭയങ്കര സൈലൻ്റാണ്. വിശക്കുണ്ടെങ്കിൽ ഇങ്ങനെ എപ്പോഴും കരയുമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ഇതിൽ കൊണ്ടുവന്ന് വെച്ചെടുത്തപ്പോൾ ആദ്യം കൊണ്ടുവന്ന് വെച്ചത് അവർ കുടിച്ചു കിട്ടുക. അപ്പോൾ രണ്ടാമത് കൊണ്ടുവന്ന് വെച്ചെടുത്തപ്പോൾ കുട്ടികളിങ്ങനെ അമ്മമാർ കുടിക്കണ കണ്ടപ്പോൾ അവർ മെല്ലെ മെല്ലെ മൂക്കിലേക്ക് കയറുകയാണ്, ഓടി വന്നിട്ട് ഇങ്ങനെ മുക്കുകയാണേ, മെല്ലെ മെല്ലെ നോക്കാതെ. ചിലർ ബുദ്ധിക്ക് കളിക്കുന്നുണ്ട്, ഒരു അരുവത്ത് നിന്നൊക്കെ നക്കി നക്കിയിട്ട് വരുമ്പോൾ അവർക്ക് അറിയാണ്ട് മൂക്ക് തട്ടാതെ കുടിക്കാറ്. ഈ വെള്ള കുട്ടിക്ക് തീരെ അറിയില്ല. അത് പോയിട്ട് ആദ്യം തന്നെ മൂക്ക് കുത്തുക, എന്നിട്ട് കിടന്ന് തുമ്മുക. അപ്പോൾ ഇതാണ് കേട്ടാ അവർ കഴിക്കണത്. ആകെ കൂടി എനിക്ക് വട്ടായിട്ടാ. ചായ, അടുപ്പ്, പിന്നെ ഞാനും ചായ നല്ല പച്ചവെള്ളം ചായക്കാത്ത ചായ കുടിക്കാം. അപ്പോൾ കുന്നംകുളത്ത് ഞങ്ങൾ പോകുമ്പോൾ കണ്ട ഒരു കാഴ്ചയാണ് കേട്ടത്. അവിടെ ആശുപത്രിയിൽ പാല പൂത്ത് നിൽക്കണം, എന്തൊരു ഭംഗി അത് കാണാനായിട്ട്. അപ്പോൾ ഞങ്ങൾ അതൊക്കെ പോയി മാറ്റി കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്തു. വന്ന പാടെ തന്നെ നെയ്ച്ചോറുണ്ടാക്കി, ഏട്ടനുണ്ടാക്കി കേട്ടാ. പിന്നെ കോഴിക്കറി ഞാനുണ്ടാക്കി. അങ്ങനെ കോഴിക്കറി അടിപൊളിയുണ്ടായിരുന്നു കേട്ടോ. ഞാൻ എന്നെ തന്നെ പൊക്കി പറയല്ല, എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടമായി എല്ലാവർക്കും. അപ്പോൾ അതുണ്ടാക്കി എല്ലാവരും കൂടിയിട്ട് ഭക്ഷണം കഴിച്ചു കേട്ടോ. ഈ സർലാസൊക്കെ ഞാൻ രാവിലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എന്താ വെച്ചിട്ടാ അത് കുറേ നേരം ഇരിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ കുറേ ഉണ്ടാക്കി വിടുമ്പോൾ കഴിക്കണേക്കാട്ടും രസമാണ്. അപ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടാ ഈ സർലാസൊക്കെ. കണ്ണന് നല്ല ഇഷ്ടമാണ് അങ്ങനെ സർലാസ് കുറേ നേരം തിരുമ്മി കൂട്ടി വെച്ചത് കഴിക്കാനായിട്ട്. അപ്പോൾ കഴിക്കാനായിട്ട് മുന്നേ ഉണ്ടാക്കി വെച്ചോളൂ കേട്ടോ, അതാ രസം. കുറേ മുന്നേ ഉണ്ടാക്കിയ അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞ് മഴ, ഭയങ്കര മഴ. ഭാഗ്യം എന്ന് വിചാരിച്ചു കേട്ടോ, നല്ല മഴ പെയ്തു. എന്താ പറയുക, ചെടിക്കൊന്ന് നനച്ചിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ടായിരുന്നു. ഞാൻ മുകളിലും നനച്ചിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ മഴ പെയ്തപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം എന്താ വെച്ചിട്ട് അതൊക്കെ ഒന്ന് വാടിയ പോലെ ആയിട്ടുണ്ടായിരുന്നു ചെടികൾ. അപ്പം അതൊക്കെ ഇപ്പോൾ ഉഷാറാവുമല്ലോ ഇനിയിപ്പോൾ മഴ കൊണ്ടാൽ. അപ്പം അങ്ങനെ ഒരു കാര്യം ഗുണം കിട്ടിയിട്ടോ, അല്ലെങ്കിൽ ഞാനത് കഷ്ടപ്പെട്ട് വലിഞ്ഞ് കയറി പോയി നനയ്ക്കണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ.